നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പിണറായി വിജയൻ സജീവ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങുന്നു. 10 വർഷം നീണ്ട ഭരണാധിപത്യത്തിനു ശേഷം പടിയിറങ്ങുമ്പോൾ സഭയിലെ പ്രതിപക്ഷ നിരയെ നയിക്കാൻ പിണറായി ഉണ്ടാകില്ലെന്ന സൂചനകളാണ് CPM കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. പരാജയത്തിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന പാർട്ടിക്ക് പുതുജീവൻ നൽകാൻ ഒരു പുതിയ മുഖം വേണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകം. CPMലെ കർശനമായ വിരമിക്കൽ പ്രായപരിധി തന്നെയാണ് പിണറായി വിജയന്റെ മടക്കത്തിനും ആധാരമാകുന്നത്. 75 വയസ്സ് കഴിഞ്ഞവർ ഭരണപരമായ ഉത്തരവാദിത്തത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന പാർട്ടി നയം പിണറായിയുടെ കാര്യത്തിൽ നടപ്പിലാക്കാനാണ് പോളിറ്റ് ബ്യൂറോ തീരുമാനം. ഇതോടെ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പിണറായിക്ക് പകരം മറ്റൊരു നേതാവ് എത്തും. മുൻ ധനമന്ത്രി KN ബാലഗോപാലിനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പാർട്ടിയിലെ സീനിയോറിറ്റിയും ഭരണകാര്യങ്ങളിലുള്ള അറിവും ബാലഗോപാലിന് മുൻതൂക്കം നൽകുന്നു. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ മാത്രം പാർട്ടിയെയും ഭരണത്തെയും നയിക്കുന്നു എന്ന ആക്ഷേപം പരിഹരിക്കാൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ബാലഗോപാലിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് ഗുണകരമാകുമെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. കണ്ണൂർ ലോബിയുടെ ആധിപത്യം അവസാനിപ്പിച്ച് CPMനെ കേരളത്തിലുടനീളം സജീവമാക്കാൻ ബാലഗോപാലിന്റെ സാന്നിധ്യം സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സൗമ്യമായ പെരുമാറ്റവും എന്നാൽ വിഷയങ്ങളിൽ കണിശമായ നിലപാടുമുള്ള ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിൽ തിളങ്ങാൻ പ്രാപ്തനാണെന്ന് പാർട്ടിയിലൊരു വിഭാഗം വാദിക്കുന്നു. VD സതീശനെ പോലെ പാർലമെന്ററി കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ളൊരു പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ ബാലഗോപാലിനെ പോലുള്ളൊരു മികച്ച വാഗ്മി അനിവാര്യമാണെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ CPM വലിയൊരു ആത്മപരിശോധനയിലാണ്. ബംഗാളിന്റെയും ത്രിപുരയുടെയും പാതയിലേക്ക് കേരളവും നീങ്ങുമോ എന്ന ഭയം അണികൾക്കിടയിലുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടിയെ അടിമുടി അടിച്ചു പണിയാൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടുകയാണ്. ജനങ്ങളിൽ നിന്നും അകന്നുപോയ ഭരണശൈലിയും അഹങ്കാരവുമാണ് പരാജയത്തിന് കാരണമെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് കേന്ദ്ര കമ്മിറ്റി എത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൽ നിന്നും മാറി പാർട്ടി സംവിധാനത്തിന് പ്രാധാന്യം നൽകുന്ന പഴയ രീതിയിലേക്ക് മടങ്ങാനാണ് CPM ശ്രമിക്കുന്നത്. വിരമിക്കൽ പ്രായം കർശനമാക്കുന്നതിലൂടെ യുവാക്കൾക്കും രണ്ടാന്തര നേതാക്കൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകാൻ പാർട്ടി ലക്ഷ്യമിടുന്നു. പിണറായി വിജയൻ ഇനി പാർട്ടിയുടെ ഉപദേശക സ്ഥാനത്ത് ഒതുങ്ങാനാണ് സാധ്യത. CPM ഉൾപ്പെടെയുള്ള മുന്നണി പങ്കാളികൾക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ KN ബാലഗോപാൽ ഒരു മികച്ച സമവായ സ്ഥാനാർത്ഥിയായി ഉയർന്നു വരുന്നു. കണ്ണൂരിന് പുറത്തുള്ള നേതൃത്വം എന്ന മാറ്റം അണികൾക്കിടയിൽ പുതിയൊരു ആവേശമുണ്ടാക്കുമെന്നും CPM കരുതുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിൽ നിന്നൊരു മോചനം നേടാൻ ബാലഗോപാലിനെ പോലുള്ള പൊതുസമ്മതരായ നേതാക്കൾ മുൻനിരയിലേക്ക് വരുന്നത് സഹായിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശത്തിനും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റ കനത്ത പരാജയം CPMന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ചയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അകൽച്ചയും പരിഹരിക്കുക എന്നത് പുതിയ നേതൃത്വത്തിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. പിണറായിയുടെ വിരമിക്കലിലൂടെ ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. എന്തായാലും നന്നായാൽ പാർട്ടിക്ക് കൊള്ളാം, അല്ലെങ്കിൽ ജനങ്ങൾ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയായിരിക്കുമെന്ന് വളരെ വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടെങ്കിലും CPM നന്നാവട്ടെ.